ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിലെ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:47 ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:31 അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8:19 അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു, പുരുഷാര നിമിത്തം അവരോട് അടുപ്പാൻ കഴിഞ്ഞില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:5 അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ മറ്റു വചനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ കസിൻസ് മാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി 11:27 ഇപ്രകാരം വായിക്കുന്നു, തേരഹ് അബ്രഹാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു, ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. ഉൽപ്പത്തി 13:8 രേഖപ്പെടുത്തിയിരിക്കുന്നു, അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ഇവിടെ തന്റെ സഹോദരന്റെ മകനെയാണ് അബ്രാം സഹോദരൻ എന്ന് സംബോധന ചെയ്യുന്നത്. ഉൽപ്പത്തി 31:37 യാക്കോബ് ലാബാനോട് പറയുന്നു, എന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ, അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത്? അങ്ങയുടെയും എന്റെയും സഹോദരങ്ങളുടെ മുൻപിൽ അവയൊക്കെ നിരത്തി വയ്ക്കുക, അവർ വിധി പറയട്ടെ. ഇവിടെ യാക്കോബിന്റെ സ്വന്തം സഹോദരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമല്ലേ? പുറപ്പാട് 2:11 വായിക്കുന്നു, പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരങ്ങളെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം ജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. ഇവിടെ മോശയുടെ വംശത്തിൽപ്പെട്ടവരെയാണ് സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് സ്പഷ്ടമല്ലേ? 3 യോഹന്നാൻ 3-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ഗായൂസിന് എഴുതുന്നു, നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഇവിടെ സഭാംഗങ്ങളെ ഉദ്ദേശിച്ചാണ് സഹോദരന്മാർ എന്ന് പരാമർശിച്ചതെന്ന് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് സ്വന്തം സഹോദരൻ അല്ലാത്തവരെയും സഹോദരൻ എന്ന് സംബോധന ചെയ്യുമെന്ന് വ്യക്തമാകുന്നു. യേശുവിന് 4 സഹോദരന്മാരും സഹോദരികളും ഉണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ഉം 56-ഉം വാക്യങ്ങളാണ്. ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, യോസെ, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 55-ഉം 56-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്, ഗലീലയിൽ നിന്നും യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദീ പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അതായത് യാക്കോബിന്റെയും യോസയുടെയും അമ്മ കന്യക മറിയാമല്ലെന്ന് തെളിയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യയായ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഇത്തരുണത്തിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 12 ശിഷ്യന്മാരുടെ പേരുകൾ ഇതിനോട് ചേർത്ത് വിശകലനം ചെയ്യാം. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫയൂസിന്റെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, ദ്രോഹിയായി തീർന്ന ഇസ്കരിയോത്ത് യൂദ. ശിഷ്യന്മാരിൽ 2 യാക്കോബുമാരുള്ളതിൽ ഒരാൾ സെബദീ പുത്രനും മറ്റേയാൾ അൽഫയൂസിന്റെ മകനായ യാക്കോബും. അൽഫയൂസ് എന്നത് ക്ലെയോപ്പാവ് അഥവാ ക്ലെയോപാസ് എന്ന ഹീബ്രു നാമത്തിന്റെ ഗ്രീക്ക് രൂപമാണെന്ന് ATS ബൈബിൾ ഡിക്ഷണറിയും ഈസ്റ്റൻസ് ബൈബിൾ ഡിക്ഷണറിയും സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ശിഷ്യനായ യാക്കോബ് കന്യക മറിയാമിന്റെ സഹോദരി മറിയത്തിന്റെയും ക്ലെയോപ്പാവിന്റെയും മകനാണെന്ന് തെളിയുന്നു. യേശുവിന്റെ ശിഷ്യനായ ഈ യാക്കോബ് തന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എന്നാണ്. ഗലാത്യർ 1:19 വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നു,
എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ആരെയും കണ്ടില്ല. ഇവിടെ യാക്കോബിനെ കർത്താവിന്റെ സഹോദരൻ എന്ന് വിശുദ്ധ പൗലോസ് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ലേഖനത്തിൽ യാക്കോബ് കർത്താവിന്റെ സഹോദരൻ എന്ന് അവകാശപ്പെടാത്തതിന് കാരണം കസിൻ മാത്രമായതുകൊണ്ടാണ്. ശിഷ്യന്മാരുടെ പട്ടികയിൽ യാക്കോബിന്റെ സഹോദരൻ യൂദ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് മറിയത്തിന്റെയും ക്ലെയോപ്പാവിന്റെയും 4 മക്കളിൽ ഒരുവൻ എന്ന് വ്യക്തം. യൂദയുടെ ലേഖനത്തിലും ഇത് സ്ഥിരീകരിക്കുന്നു. 1-ാം വാക്യത്തിൽ യൂദ സ്വയം പരിചയപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്നാണ്. ഇനിയും പറയുന്ന വാക്യങ്ങളും ഈ വിഷയത്തിൽ പ്രസക്തങ്ങളാണ്. മർക്കോസ് 16:1 ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ലൂക്കോസ് 24:10 അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. മർക്കോസ് 15:40 സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും സലോമയും ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ യാക്കോബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശിഷ്യനായ യാക്കോബിനെ തന്നെ ആണ്. സബദീപുത്രനായ യാക്കോബിൽ നിന്നും വേർതിരിച്ച് കാണിക്കുവാനാണ് ചെറിയ യാക്കോബ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ സഹോദരനാണ് യോസെ എന്നും തെളിയുന്നു. ചുരുക്കത്തിൽ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ യേശുവിന്റെ മാതൃ സഹോദരി മറിയത്തിന്റെയും ക്ലെയോപ്പാവിന്റെയും പുത്രന്മാരാണെന്നും അവരിൽ യാക്കോബും യൂദയും കർത്താവിന്റെ ശിഷ്യന്മാർ ആണെന്നും വ്യക്തമാകുന്നു. യേശുവിന്റെ അമ്മ മറിയത്തിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് പറഞ്ഞ തെളിവുകൾ ധാരാളമാണ്. എന്നാൽ അവയ്ക്കൊക്കെ മകുടം ചാർത്തുന്ന തെളിവാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യയുമായ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു അവന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. കന്യകമറിയാമിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നു എങ്കിൽ മാതാവിന്റെ ചുമതല ഈ ശിഷ്യനെ ഏൽപ്പിക്കുമായിരുന്നു. യേശുവിന്റെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന യാക്കോബും യൂദയും യേശുവിന്റെ ശിഷ്യന്മാർ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അവർ സ്വന്തം മക്കളായിരുന്നുവെങ്കിൽ അവരുടെ മാതാവിന്റെ സംരക്ഷണ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ അവർ സമ്മതിക്കുമായിരുന്നോ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്നും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയെന്നും ശക്തമായ പ്രബോധനം നൽകിയ യാക്കോബ് സ്വന്തം മാതാവിന്റെ സംരക്ഷണ ചുമതല മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമെന്ന് ചിന്തിക്കുവാൻ കൂടി സാധ്യമല്ല. തന്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞവരോട് യേശു പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നാണ്. ഈ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് യോഹന്നാൻ 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. കുരിശിന്റെ വേദനയിൽ യേശു പിടഞ്ഞു. ആ വേദനയിലും അമ്മയുടെ സംരക്ഷണ ചുമതല ശിഷ്യനെ ഏൽപ്പിക്കുന്ന കാര്യം വിസ്മരിച്ചില്ല. ദൈവമാതാവായ മറിയാമിന്റെ സ്ഥാനം അദ്വിതീയമാണ്. എല്ലാ സഭാവിഭാഗങ്ങളും അക്കാര്യം സമ്മതിക്കും. തിരുവെഴുത്ത് തന്നെ മറിയാമിന്റെ ഔന്നത്യത്തെ ഉയർത്തി കാണിക്കുന്നു. ദൗത്യവാഹകനായി വർത്തിക്കുന്ന പ്രധാന മാലാഖ സാക്ഷ്യപ്പെടുത്തുന്നു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അതായത് കൃപ ലഭിച്ചവൾ. സ്ഥാനത്തിലും പ്രായത്തിലും മുതിർന്ന എലിസബത്തിന്റെ സാക്ഷ്യം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്റെ കർത്താവിന്റെ അമ്മ. പരിശുദ്ധാത്മ നിറവിൽ മറിയാം പ്രസ്താവിച്ചു, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ വചനം നിവൃത്തിയായതുകൊണ്ടാണ് തലമുറകളായി മറിയാമിനെ പ്രകീർത്തിക്കുന്നതും ആദരിക്കുന്നതും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ എലിസബത്ത് ചോദിക്കുന്നു, കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? എലിസബത്ത് പരിശുദ്ധാത്മ നിറവിൽ ചോദിച്ച ചോദ്യമാണിത്. അതായത് പരിശുദ്ധാത്മാവാണ് മറിയാം ദൈവമാതാവാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. മറിയാമിനെ ദൈവമാതാവെന്ന് വിശേഷിപ്പിക്കുന്നതിനെ വിമർശിക്കുന്നവർ ശരിക്കും പരിശുദ്ധാത്മാവിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു പുസ്തകത്തിൽ വായിക്കുവാനിടയായ പ്രസ്താവന ഇപ്രകാരമാണ്,
സുവിശേഷത്തിൽ ഒരിക്കലും മകനായ യേശു അമ്മേ എന്ന് സംബോധന ചെയ്യുന്നില്ല. തള്ള എന്നതിന് അമ്മ എന്ന അർത്ഥമുണ്ടെങ്കിലും സ്വന്തം മാതാവിനെ തള്ളേ എന്ന് വിളിക്കുന്നവരെ പോലും സമൂഹം കൊള്ളരുതാത്തവരായി കണക്കാക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. യേശു മാതാപിതാക്കളോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:51 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കാലയളവിൽ പോലും മാതാവിനെ അമ്മ എന്ന് സംബോധന ചെയ്തിട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്? നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്ക എന്ന കൽപ്പന പോലും പാലിക്കാത്ത വ്യക്തിയായിട്ട് വേണ്ടേ കണക്കാക്കേണ്ടത്? മാതാവിന്റെ മഹത്വം കുറച്ചു കാണിക്കുവാനായി ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതിലാണ് എത്തിച്ചേരുന്നതെന്ന് ഓർക്കണം. മാതാവിന് യേശുവിന്റെ സ്ഥാനം ഉണ്ടെന്ന് ആരും കരുതുന്നില്ല. ക്രൂസിന്റെ മുകളിലല്ല, ക്രൂസിന്റെ ചുവട്ടിൽ തന്നെയാണ് മാതാവിന്റെ സ്ഥാനം. വേദപണ്ഡിതരല്ലാത്ത സാമാന്യ ജനങ്ങൾ വേദനയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ എന്റെ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോയാൽ തന്റെ മഹത്വം മാതാവിന് നൽകി എന്ന് കർത്താവ് ഒരിക്കലും കരുതുകയില്ല. 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ എറിഞ്ഞു ഉടച്ച മോശയോട് ക്ഷമിച്ച ദൈവം ഈ പാവങ്ങളെയും ശിക്ഷിക്കുകയില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ കന്യക മറിയാമിന്റെ വേദപരിജ്ഞാനവും ദൈവഭക്തിയും വിളിച്ചറിയിക്കുന്ന പാട്ട് അഥവാ സ്തുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവം ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയും ദൈവം തനിക്ക് നൽകിയ വൻ കൃപകളും എന്താണ് വരുവാനിരിക്കുന്ന ദൈവരാജ്യമെന്നും അതിന്റെ മൗലിക സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ച ദൈവമാതാവിന്റെ സ്ഥാനം മഗ്ദലക്കാരത്തി മറിയയുടെ താഴെയാണെന്ന് വരുത്തി തീർക്കുവാൻ ചിലരെങ്കിലും ബന്ധപ്പെടുന്നുണ്ട്. വന്ദിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? കാരുണ്യവാനും നിത്യനുമായ സ്വർഗീയ പിതാവിന് സ്തുതി.